ഷോപ്പിംഗ് ഇനി ആനന്ദകരവും ആദായകരവും. കേട്ടുകേഴ്വിയല്ല, യഥാർത്ഥ സത്യം. ഷോപ്പിംഗ് ഇനി ആനന്ദകരവും ആദായകരവും. കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, കുളപ്പുള്ളി, പട്ടാമ്പി, ഷൊർണൂർ. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയെ നാടെങ്ങും അനുസ്മരിച്ചു. പട്ടാമ്പി കോൺഗ്രസ് ഭവനിൽ നടന്ന അനുസ്മരണ സമ്മേളനം നഗരസഭാ ചെയർമാൻ TP ഷാജി ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയെയാണ് പട്ടാമ്പിയിൽ അനുസ്മരിച്ചത്. പട്ടാമ്പി കോൺഗ്രസ് ഭവനിൽ നടന്ന അനുസ്മരണ സമ്മേളനം പട്ടാമ്പി നഗരസഭാ ചെയർമാൻ TP ഷാജി ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ നഷ്ടം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ നഷ്ടമല്ല, മറിച്ച് ഒരു കാലഘട്ടത്തിന്റെ നഷ്ടം. അദ്ദേഹത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് ഏറ്റവും സാധാരണക്കാരനെ ചേർത്ത് പിടിച്ച സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള മുഖ്യമന്ത്രിയാണ്. നേരത്തെ ഉമ്മർ സൂചിപ്പിച്ചതുപോലെ ജനസമ്പർക്ക പരിപാടിയിലൂടെ കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് ഇതുപോലെ നേരിൽ കാണാനും അവരുടെ പ്രയാസങ്ങൾ കേൾക്കാനും ആ പ്രയാസത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താനും അദ്ദേഹത്തിന് സാധിച്ചു. ജനസമ്പർക്ക പരിപാടികൾക്ക് ഞങ്ങളെല്ലാവരും പങ്കെടുത്ത ആളുകളാണ്. അദ്ദേഹം രാവിലെ 8 മണിക്ക് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അർദ്ധരാത്രി വരെ ഭക്ഷണം പോലും കഴിക്കാതെയാണ് അദ്ദേഹം ഓരോ ജനസമ്പർക്ക പരിപാടികൾ പൂർത്തീകരിച്ചത്. അപ്പൊ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാർക്ക് നേരിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ നേരിട്ട് കണ്ട മുഖ്യമന്ത്രി, നേരിട്ട് സംസാരിച്ച മുഖ്യമന്ത്രി പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി തന്നെയാണ്. സമാനതകളില്ലാത്ത പ്രവർത്തനം. ഉമ്മർ കിഴായൂർ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ KR നാരായണസ്വാമി, C സംഗീത, ജിതേഷ് മോഴിക്കുന്നം, K ബഷീർ, AK അക്ബർ, KB അനിത, K കുട്ടിയാഹു, K മാളുക്കുട്ടി, രഞ്ജു CB, MK മുജീബ്, സുനിത, ആമിനക്കുട്ടി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.